ഇറാഷണൽ നമ്പേഴ്സ് cannot be expressed in the form p/q. നമുക്ക് p/q ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. √2, √3, √5, ഓക്കെ, മൈനസ് √2/√3, സോ പൈ, ഇങ്ങനെയുള്ള നമ്പേഴ്സിനെല്ലാം നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇനി നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്, അത് ഇറാഷണൽ ആണ് എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം, അതാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. √5 എന്ന നമ്പർ ഇറാഷണൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും എന്നറിയാമോ, നമ്മളിതിനെ റാഷണൽ, അതായത് p/q ഫോമിലേക്ക് എഴുതാൻ പറ്റുമെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്മുടെ അസംഷൻ റോങ് ആണെന്ന് തെളിയിക്കും. ഓക്കെ, അപ്പോൾ എന്തായി, അത് ഇറാഷണലായി അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം റാഷണൽ ആണെന്ന് ഇതിനെ അസ്യൂം ചെയ്യും. സോ let us assume that √5 be a rational number. ഓക്കെ, നമുക്കത് √5 ഒരു റാഷണൽ നമ്പർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ √5 എങ്ങനെ എഴുതാൻ പറ്റും? അതെ, a/b, ഞാനൊരു ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതിയിട്ടുണ്ട്, എനിക്ക് a/b എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, a and b are coprime and b not equal to 0. b എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ആണ്, 0 ആകാൻ പറ്റത്തില്ല. ഇനി എയും ബിയും കോപ്രൈം ആയിരിക്കണം. എന്താണ് കോപ്രൈം എന്ന് പറഞ്ഞാൽ? കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2/5, ഓക്കെ, 2/5 ഇത് ഏറ്റവും ചെറിയ ഫോമിലാണ് അല്ലേ, റെഡ്യൂസ്ഡ് ഫോമിലാണ് ആണല്ലോ. ഇനി ഈ ന്യൂമറേറ്റർ 2വിനെയും ഈ 5വിനെയും ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെ, കോപ്രൈം എന്താണെന്ന് പറഞ്ഞു തരികയാണ്. ഇവിടെ 2 ന്യൂമറേറ്റർ 5 ഡിനോമിനേറ്റർ. ഇതിനെ എനിക്ക് ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, ആകെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 1 കൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കോപ്രൈം ആണ്. ഓക്കെ, ഇനി 5/10 എന്നൊരു നമ്പർ എടുത്തു. ഇനി എനിക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ന്യൂമറേറ്ററിനെയും എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഡിനോമിനേറ്ററിനെയും എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 1/2 ആയി ആണല്ലോ. അപ്പോൾ ഇത് കോപ്രൈം ആണോ? കോപ്രൈം അല്ല. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ എയും ബിയും എന്ത് നമ്പേഴ്സാണ്? a/b എന്താണ്? എയും ബിയും കോപ്രൈം ആണ്. സോ a/b എന്ന് പറയുന്നത് അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോമിലാണ്, ഏറ്റവും ചെറിയ ഫോമിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് √5 ഈക്വൽ ടു a/b എന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഇനി അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ √5 × b ഈസ് ഈക്വൽ ടു a എന്ന് എനിക്ക് കിട്ടി അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ്, എനിക്കിവിടെ ഒരു ഇക്വേഷനാണ് കിട്ടിയേക്കണം, ഒരു ഇക്വാലിറ്റി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഞാൻ അങ്ങോട്ട് സ്ക്വയർ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? a² ഈക്വൽ ടു 5b² എന്ന് കിട്ടും ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, a² ഈക്വൽ ടു 5b² എന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് a² എന്നുള്ള നമ്പർ ഇപ്പോൾ a² 100 ആണെന്ന് വിചാരിച്ചോ, എനിക്ക് 5b² എന്ന് കിട്ടി. അതായത് 100നെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. 100നെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എനിക്ക് 20 കിട്ടും ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ a² ഞാൻ 100 എന്ന് വിചാരിക്കുവാണെങ്കിൽ എനിക്ക് a എന്താണ്? a എന്ന് പറയുന്ന 10 ആണല്ലേ. അപ്പോൾ 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് 10നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ a² എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ കിട്ടിയിരിക്കുന്നത്? a² എന്ന് പറയുന്നത് 5 × വേറൊരു ഇൻറ്റിജർ എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ a² എനിക്ക് 5 കൊണ്ട് ഉറപ്പായും ഡിവൈഡ് ചെയ്യാൻ പറ്റും ആണല്ലോ. a² ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് b² ഇവിടെ ഒരു ആൻസർ വരും അല്ലേ. അപ്പോൾ ഇവിടെ a² 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 5 ഡിവൈഡ്സ് a² അല്ലേ. 5 a² ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? 5 ഡിവൈഡ്സ് a also, right? That implies 5 divides a also, correct? Okay, ഇനി ഞാൻ a is equal to 5c എന്ന് എഴുതുവാണ്. അതായത് a എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 5ൻ്റെ കൂടെ ഏതോ ഒരു ഇൻറ്റിജർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് a കിട്ടണം ആണല്ലോ. ഇപ്പോൾ
എക്സാമ്പിൾ 10നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ 2വിൻ്റെ കൂടെ ഒരു നമ്പർ, ഏത് നമ്പറാ 5 മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 10 കിട്ടും അല്ലേ? ഒരു ഇൻറ്റിജർ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 10 കിട്ടും ആണല്ലോ. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ 10നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് എനിക്ക് റിമൈൻഡർ 0 വരും. അതായത് 10 ഡിവൈഡഡ് ബൈ 2 ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? കോഷ്യൻ്റ് കിട്ടും. ഓക്കെ, കോഷ്യൻ്റ് കിട്ടും. കോഷ്യൻ്റ് പക്ഷേ എനിക്ക് റിമൈൻഡർ 0യാ വരിക. അതായത് കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസറായ എൻ്റെ 2, ഈ കോഷ്യൻറ്റും 2 മൾട്ടിപ്ലൈ ചെയ്ത് 0 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 10 കിട്ടും അല്ലേ? എനിക്ക് റിമൈൻഡർ 0 വരും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ a ഈക്വൽ ടു 5c എന്ന് ഞാൻ വിചാരിക്കുകയാണ്. c ഒരു ഇൻറ്റിജറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എയുടെ വാല്യൂ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ 5c സ്ക്വയർ ഈക്വൽ ടു 5 ഇൻറ്റു ബി സ്ക്വയർ അല്ലേ? 5ൻ്റെ സ്ക്വയർ 25, സിയുടെ സ്ക്വയർ സി സ്ക്വയർ ഈക്വൽ ടു 5b സ്ക്വയർ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഞാൻ ഒരു 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഇവിടെ 25c സ്ക്വയർ ഈക്വൽ ടു 5b സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലും എനിക്ക് 5ൻ്റെ ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ രണ്ട് സൈഡിൽ എനിക്കൊരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഡിവൈഡ് ബോത്ത് സൈഡ്സ് വിത്ത് 5. ഓക്കെ, ഇതിൻ്റെ ബാലൻസ് ആണ് ഞാനിവിടെ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ രണ്ട് സൈഡിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇവിടെ എന്താ കിട്ടുക? 5c സ്ക്വയർ ഈക്വൽ ടു b സ്ക്വയർ എന്ന് കിട്ടി ആണല്ലോ. 5c സ്ക്വയർ ഈക്വൽ ടു b സ്ക്വയർ എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? b സ്ക്വയർ 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ? അതായത് b സ്ക്വയറിനെ 5 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കിപ്പോൾ കിട്ടി. കണ്ടോ, b സ്ക്വയറിനെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് കിട്ടി. b സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്ത പോലെ 5 ഡിവൈഡ്സ് a സ്ക്വയർ ആണെങ്കിൽ 5 ഡിവൈഡ്സ് a ഓൾസോ, റൈറ്റ്? അപ്പോൾ ഇവിടെ 5 ഡിവൈഡ്സ് b സ്ക്വയർ ആണെങ്കിൽ 5 ഡിവൈഡ്സ് b ഓൾസോ, കറക്റ്റ്? അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതേണ്ടത്? 5 divides b square. So that implies 5 divides b. Okay, 5bയെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫൈനലി എനിക്ക് എന്ത് മനസ്സിലായി? 5 ഡിവൈഡ്സ് a ആൻഡ് b അല്ലേ? 5 എന്തിനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഡിവൈഡ്സ് a ആൻഡ് b. അപ്പോൾ എൻ്റെ അസംഷൻ എന്താണ്? a ബൈ b, a ആൻഡ് b ആർ കോപ്രൈം എന്നുള്ള എൻ്റെ അസംഷൻ റോങ് അല്ലേ? എക്കും ബിക്കും ഇപ്പോൾ കോമൺ ആയിട്ട് എനിക്ക് ഒരു ഫാക്ടർ കിട്ടിയിട്ടുണ്ട്. എന്താണ്? 5 ആണ് അല്ലേ? എയും ബിയെയും എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താ? ഈ a ബൈ ബി എന്ന് ഞാൻ ആദ്യം എഴുതിയില്ലേ, അത് ഏറ്റവും റെഡ്യൂസ്ഡ് ഫോമിലല്ല, അതായത് അത് രണ്ടും കോപ്രൈം അല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ എഴുതേണ്ടേ? a and b are not coprime. ഓക്കെ, എയും ബിയും കോപ്രൈം അല്ല എന്നെനിക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ അസംഷൻ കറക്റ്റ് ആണോ? അല്ല. ഓക്കെ, അവർ അസംഷൻ ഈസ് റോങ്. അവർ അസംഷൻ ഈസ് റോങ്. root 5 is not rational. Okay, അപ്പോൾ നോട്ട് കോപ്രൈം, എയും ബിയും കോപ്രൈം അല്ല എന്ന് എനിക്ക് കിട്ടി. അതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ അസ്യൂം ചെയ്തല്ലോ a ബൈ ബി ഈസ് ഇൻ ദ റെഡ്യൂസ്ഡ് ഫോം. അത് റെഡ്യൂസ്ഡ് ഫോം അല്ല. ഓക്കെ, a ആൻഡ് b ഹാവ് അറ്റ്ലീസ്റ്റ് എ 5 ആസ് കോമൺ ഫാക്ടർ അല്ലേ? നമ്മൾ ആ സെൻറ്റൻസ് കൂടെ അവിടെ എഴുതണം, എങ്കിലേ പ്രൂഫ് കറക്റ്റ് ആവത്തുള്ളൂ. a and b have at least 5 as common factor. ഒരു കോമൺ ഫാക്ടർ എങ്കിലും അതിന് ഉണ്ട്. ഓക്കെ, 5 എങ്കിലും അതിനുണ്ട്. അപ്പോൾ നമ്മുടെ അസംഷൻ റോങ് ആണ്. root 5 is not rational. That implies root 5 is irrational. ഓക്കെ, നമ്മുടെ പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ, prove that 3 plus 2 root 5 is irrational. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 3 plus 2 root 5 is irrational എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്തത് എന്തായിരുന്നു? പ്രൂവ് ദാറ്റ് root 5 is irrational അല്ലേ? നമ്മൾ root 5 irrational എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ
പ്രൂവ് ചെയ്തത് ആണല്ലോ, √5 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്തു അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് 3+2 √5 ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഈ √5 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. നമുക്ക് വേണ്ട എന്താ, 3+2 √5 ഈസ് ഇറാഷണൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് √5 ഇറാഷണൽ എന്നുള്ളത്. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. √5 ഈസ് ഇറാഷണൽ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ 3+2 √5 റാഷണൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, ഇറാഷണൽ നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ √5 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ √5 റാഷണൽ എന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മുടെ അസംഷൻ റോങ് ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ 3+2 √5 റാഷണൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ്. എന്നിട്ട് അത് നമ്മുടെ അസംഷൻ റോങ് ആണ് എന്ന് നമ്മൾ തെളിയിക്കാൻ പോവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിത് എങ്ങനെ എഴുതേണ്ടേ, 3+2 √5 ഈസ് ഈക്വൽ ടു a/b എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ലെറ്റ് 3+2 √5 ഈസ് റാഷണൽ. ഓക്കെ, ലെറ്റ് 3+2 √5 ഈസ് റാഷണൽ. ഓക്കെ, നമ്മൾ എങ്ങനെ എഴുതേണ്ട, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ലെറ്റ് 3+2 √5 ഈക്വൽ ടു a/b ഈസ് റാഷണൽ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ 3+2 √5 a/b എന്ന് എടുക്കുകയാണ്. ഓക്കെ, റാഷണൽ ആണ് എന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ അസംഷൻ റോങ് ആണെന്ന് നമുക്ക് തെളിയിക്കാം. ഓക്കെ, എങ്ങനെയായത് നോക്കിക്കേ, 3+2 √5 ഈക്വൽ ടു a/b ആണല്ലോ. ഫ്രം ദിസ്, ഇതിൽ നിന്ന് നമുക്ക് √5ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സോ ഇവിടെ √5യുടെ വാല്യൂ ആണ് നമുക്ക് ഇതിൽ നിന്ന് വേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ √5 മാത്രം ലെഫ്റ്റ് സൈഡിൽ, ഇതിപ്പോൾ ടോട്ടൽ ഇത് ഇത്രയും LHS, ഇത് RHS. ഓക്കെ, √5 മാത്രം LHSൽ വെച്ചിട്ട് ബാക്കി ഇതിന്റെ കൂടെയുള്ള എല്ലാം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് √5ന്റെ വാല്യൂ കിട്ടും ആണല്ലോ. സോ ഇവിടെ 3+2 √5, സോ 2 √5 ഇവിടെ ഇരുന്നോട്ടെ. ഈ +3, ഇത് +3 ആണ് അല്ലേ, +3 നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ a/b +3 വെൻ കംസ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഇക്വാലിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ എന്താവും, -3 ആയിട്ട് മാറും അതല്ലേ. ഓക്കെ, അപ്പോൾ 2 √5 ഈക്വൽ ടു -3 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇവിടെ 2 √5 നമുക്ക് ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. a/b -3/1 എന്ന് ഞാൻ എഴുതട്ടെ. ഇപ്പോൾ എനിക്ക് 2 ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, എൻ്റെ ഡിനോമിനേറ്റേഴ്സിന്റെ LCM എടുത്ത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ LCM b ആണ്, b × 1 ആണ് LCM അല്ലേ. b × 1 എന്ന് പറഞ്ഞാൽ b ആണ്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ ഇവിടെ b ആണ്, ഇവിടെയും b ആണ്. അപ്പോൾ തന്നെ ഇട്ടാൽ മതി. മൈനസ് ഇവിടെ ന്യൂമറേറ്ററിൽ 3, ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ ഒരു b ഞാൻ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ 3b ആവും ആണല്ലോ. ഇപ്പം എനിക്ക് എന്ത് കിട്ടി, 2 √5 ഈക്വൽ ടു a -3b/b എന്ന് കിട്ടി ആണല്ലോ. ഇനി എനിക്ക് ഇതിൽ നിന്ന് എന്തിൻ്റെ വാല്യൂ വേണം, √5ന്റെ വാല്യൂ വേണം. 2 √5 എന്ന് പറഞ്ഞാൽ എന്താ, 2 × √5 ആണ് അല്ലേ. 2 × √5 ഈക്വൽ ടു a -3b/b ആണല്ലോ. ഇനി എനിക്ക് √5 മാത്രം മതി ലെഫ്റ്റ് സൈഡിൽ. × 2 മൾട്ടിപ്ലിക്കേഷൻ ആണ്. × 2 ഐ എം ടേക്കിംഗ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്. ഞാൻ × 2 ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ, × 2 ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എന്താവും, /2 ആവും അല്ലേ. a -3b/b /2 ആകും അല്ലേ. /2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവൈഡ് ബൈ എനിക്ക് 2/1 എന്ന് എഴുതാം അല്ലേ. 2 ഫ്രാക്ഷൻ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത്, രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ സെക്കൻഡ് ഫ്രാക്ഷനെ ഞാൻ അപ്സൈഡ് ഡൗൺ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ a -3b/b × 1/2 അല്ലേ. അപ്പോൾ എന്താ കിട്ടുക, a -3b/b × 2, അതായത് 2b എന്ന് വരും അല്ലേ. സോ √5 ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എനിക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, √5ന്റെ വാല്യൂ, √5 ഈസ് ഈക്വൽ ടു a -3b/2b. ഇവിടെ നോക്കിക്കേ, a എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ് അല്ലേ. a ഒരു ഇൻറ്റിജർ ആണ്, b ഒരു ഇൻറ്റിജർ ആണ്, 3 ഒരു ഇൻറ്റിജർ ആണ്, 2 ഒരു ഇൻറ്റിജർ ആണ്, b ഒരു ഇൻറ്റിജർ ആണ് ആണല്ലോ. ഇവിടെ നോക്കിക്കേ, ഇതൊരു ഇൻറ്റിജർ, ഇൻറ്റിജർ മൈനസ് ഇൻറ്റിജർ ഡിവൈഡഡ് ബൈ ഒരു ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഇതൊരു റാഷണൽ നമ്പർ ആണ് അല്ലേ. ഇതിപ്പോൾ എന്ത് ഫോമുല കിടക്കുന്നത്, ഇൻറ്റിജർ ആണല്ലോ, -3 × again an integer, ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ 2 × ഇൻറ്റിജർ. ഓക്കെ, ഈ ഫോമുല ഇത് കിടക്കുന്നത് അല്ലേ. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് എന്തായി, ഇത് റാഷണൽ നമ്പറായി. ഇത് റാഷണൽ നമ്പർ ആണോ,
റൂട്ട് 5 റാഷണൽ ആണോ? റൂട്ട് 5 ഈസ് നോട്ട് റാഷണൽ. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് our assumption is wrong. നമ്മുടെ അസംഷൻ റോങ് ആണ്. നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? 3 + 2 √5 = റാഷണൽ, ഈസ് എ റാഷണൽ നമ്പർ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അത് റോങ് ആണെന്ന് നമ്മളിപ്പോൾ തെളിയിച്ചു അല്ലേ? സോ 3 + 2 √5 ഈസ് നോട്ട് റാഷണൽ എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഇഫ് ഇറ്റ് ഈസ് നോട്ട് റാഷണൽ, then only one thing is there, right? What is that? It is irrational. Okay, so that implies root 5 is irrational. Okay, and a proof മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് ആർ ഇറാഷണൽസ്. ഓക്കെ, നമുക്ക് 3 നമ്പേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. 1/√2, 7√5 and 6 + √2. Okay, we have to prove that these 3 are irrationals. Okay, the first question is 1/√2. 1/√2 irrational ആണെന്ന് നമുക്ക് തെളിയിക്കാം. എങ്ങനെയാണ്? സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/√2 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ √2 ഇറാഷണൽ ആണ് എന്നുള്ളത് നമുക്കറിയാം, അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ? അപ്പോൾ 1/√2 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ റാഷണൽ എന്ന് അസ്യൂം ചെയ്യുന്നു. എഗെയിൻ ദ സെയിം പ്രോസസ്സ്. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്തത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1/√2 റാഷണൽ എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നിട്ട് നമ്മുടെ അസംഷൻ റോങ് ആണെന്ന് നമ്മൾ തെളിയിക്കാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് റാഷണൽ ദെൻ ഇറ്റ് വിൽ ബി ഇറാഷണൽ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ലെറ്റ് 1/√2 ഈസ് റാഷണൽ. ഓക്കെ, സോ ഇത് റാഷണൽ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 1/√2 ക്യാൻ ബി റിട്ടൺ ആസ് a/b ആണല്ലോ. അങ്ങനെ എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് √2 വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 2 ഫ്രാക്ഷൻ ഈക്വൽ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഇവിടെ ലെഫ്റ്റ് സൈഡിലും ഒരു ഫ്രാക്ഷനേ ഉള്ളൂ, റൈറ്റ് സൈഡിലും ഒരു ഫ്രാക്ഷനേ ഉള്ളൂ. കൂടുതൽ ഫ്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അഡീഷനോ സബ്ട്രാക്ഷനോ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ചെയ്ത് ഒറ്റ ഫ്രാക്ഷൻ ആക്കണം. ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് പ്രോസസ്സാണ് ചെയ്യാൻ പറ്റുക? അതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 2 ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ട് വന്നാൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന എന്താണ്? അതിനെ ലീനിയർ ഫോമിലേക്ക് ആക്കാനായിട്ട് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 1 × b ദാറ്റ് ഈസ് ഈക്വൽ ടു √2 × a ആണല്ലോ. സോ √2a = b എന്ന് കിട്ടി ആണോ? ഇവിടുന്ന് √2 വാല്യൂ √2 മാത്രം ലെഫ്റ്റ് സൈഡിൽ മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? a കൂടി റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം അല്ലേ? സോ √2 ഈസ് ഈക്വൽ ടു b/a അല്ലേ? √2 ഈസ് ഈക്വൽ ടു b/a എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ b/a എന്ന് പറയുന്നത് എന്താണ്? b എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ് അല്ലേ? a എന്ന് പറയുന്നതും ഒരു ഇൻറ്റിജർ ആണല്ലോ. സോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന √2 ഈസ് ഈക്വൽ ടു b/a. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ ബൈ ഇൻറ്റിജർ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ √2 എന്തായി? √2 റാഷണൽ ആയി അല്ലേ? പക്ഷേ നമുക്ക് എന്തറിയാം? √2 ഈസ് നോട്ട് റാഷണൽ. ഓക്കെ, √2 ഈസ് ഇറാഷണൽ, റൈറ്റ്? ദാറ്റ് ഇംപ്ലൈസ് അവർ അസംഷൻ ഈസ് റോങ്. ഈസ് റോങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? 1/√2 ഈസ് നോട്ട് റാഷണൽ, ഇറ്റ് ഈസ് ഇറാഷണൽ. Second question, 7√5. Okay, so we have to prove that 7√5 is irrational, right? നമുക്ക് എന്തറിയാം? 7√5 ഇറാഷണൽ നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്കറിയാം √5 ഇറാഷണൽ ആണെന്ന് നമുക്ക് അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ആദ്യം അസ്യൂം ചെയ്യണം? 7√5 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യണം. സോ ലെറ്റ് 7√5 ഈസ് റാഷണൽ. സോ 7√5 ഈസ് ഈക്വൽ ടു a/b. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? √5 വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ ഇൻറ്റു 7 ആണ്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 7 ആവും. സോ √5 ഈക്വൽ ടു a/7b എന്ന് കിട്ടും അല്ലേ? a/7b എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റിജർ ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു ഒരു ഇൻറ്റിജർ ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്?
ഇത് റാഷണലായിട്ട് മാറി. പക്ഷേ നമുക്ക് എന്തറിയാം, √5 ഈസ് ഇറാഷണൽ. ഓക്കെ, സോ ദാറ്റ് ഇംപ്ലൈസ് our assumption is wrong. √5 is irrational, right? നമ്മൾ റാഷണൽ എന്ന് അസ്യൂം ചെയ്തു, പക്ഷേ അത് ഇറാഷണൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6 + √2 അല്ലേ? 6 + √2 എന്താണെന്ന് പ്രൂവ് ചെയ്യണം, അത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? നമ്മളപ്പോൾ ആദ്യം എന്താ അസ്യൂം ചെയ്യണം, ലെറ്റ് 6 + √2 ഈസ് റാഷണൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 + √2 നമുക്ക് എങ്ങനെ എഴുതാം, a/b എന്ന് എഴുതാം ആണല്ലോ. ഇതിൽ നിന്ന് √2വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, √2വിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കാം, √2 ലെഫ്റ്റ് സൈഡിലിരിക്കട്ടെ, +6 നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം, a/b -6 എന്ന് കിട്ടും അല്ലേ. സോ a/b -6/1 എന്ന് എഴുതാം. സോ LCM എടുക്കാമല്ലോ, LCM b ആണ്, a - 6b എന്ന് കിട്ടും അല്ലേ. a - 6b എന്ന് പറഞ്ഞാൽ എന്താ, ഇൻറ്റീജർ മൈനസ് 6 ഇൻറ്റു അഗെയിൻ ഇൻറ്റീജർ ഡിവൈഡഡ് ബൈ ഇൻറ്റീജർ അല്ലേ. സോ ഇതിപ്പോൾ എന്തായിട്ട് മാറി, ഇതിപ്പോൾ റാഷണലായി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അസംഷൻ എന്താണ്, √2 റാഷണൽ എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. √2 ഈസ് റാഷണൽ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താ, നമ്മുടെ അസംഷൻ എന്താണ്, റോങ് ആണ്. വാട്ട് ഈസ് അവർ അസംഷൻ, 6 + √2 ഈസ് റാഷണൽ എന്നാണ് നമ്മുടെ അസംഷൻ അല്ലേ. സോ √2 ഈസ് ഇറാഷണൽ. ദാറ്റ് ഇംപ്ലൈസ് our assumption is wrong. 6 + √2 is irrational. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തത് റാഷണൽ അസ്യൂം ചെയ്ത് റോങ് ആണ്, അത് ഇറാഷണൽ ആണ്. ഇതോടെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ കൂടെ ഉണ്ട്, അതിൽ നമുക്ക് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അല്ലാത്ത കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സായിട്ട് തന്നെ വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ.